റിയ, പവർ ബി ഐനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പവർ ബി ഐ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. മൈക്രോസോഫ്റ്റിന്റെ എന്തെങ്കിലും പ്രോഗ്രാമാണോ? മൈക്രോസോഫ്റ്റിന്റെ ആണോ എന്ന് ചോദിച്ചാൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ടൂൾ എന്ന് പറയാം, ഒരു ടൂളാണ്, ഒരു ബിസിനസ് അനലിറ്റിക്കൽ ടൂളാണ് നമ്മുടെ ഈ പവർ ബി ഐ എന്ന് പറയുന്നത്. അതിപ്പോ ബീറ്റ വേർഷൻ ആയിരുന്നു, ഇപ്പോൾ സ്റ്റേബിൾ വേർഷനിലായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? അതായത് ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഒരു പുതിയ ടൂൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് അനലിറ്റിക്കൽ ടൂൾ എന്നാണ് മെയിനായിട്ട് അതിനെ പറയുന്നത്, പവർ ബി ഐ. നമ്മൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എത്രത്തോളം ഡേറ്റാസ് ഉണ്ടാവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും നമുക്ക് ഒരുപാട് ഡാറ്റാസ് ഉണ്ട്, അത് ഇൻഫിനിറ്റ്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ നമ്മുടെ ഈ ഡാറ്റ എടുത്തിട്ട് ഈ ഒരു പവർ ബി ഐയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡാറ്റ വിഷ്വലൈസേഷൻ, ഒരു ചാർട്ട് രൂപത്തിലോ ഒരു ഗ്രാഫിക്സ് ആയിട്ടോ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ എത്രത്തോളം ആണെന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ യൂസ് വരുന്നത്. ഓക്കെ. മൈക്രോസോഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമുക്ക് ഓർമ്മ വരുന്നത് ഓഎസ്, ഓഫീസ് എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഈ പവർ ബി ഐ എന്ന് പറയുന്നത് ഓഫീസ് ബണ്ടിലിൽ പെടുന്നതാണോ അതോ മൈക്രോസോഫ്റ്റിന്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആണോ? ആക്ച്വലി ഈ ഒരു പവർ ബി ഐ എന്ന് പറയുന്നത് ഇപ്പോൾ കറന്റിലുള്ളത് ഓഫീസ് 365ന്റെ ഒരു E5 വേർഷനിലാണ് ഉള്ളത്. ഇപ്പോൾ കറന്റ്ലി അതിലാണ് ഉള്ളത്. ബട്ട് പറയാൻ പറ്റില്ല, ഫ്യൂച്ചറിൽ ഒരു വേറെ വിങ് ആയിട്ട് തന്നെ വന്നേക്കാം. ബട്ട് ഇൻ കേസ് അങ്ങനെ വന്നാലും ഇതിന്റെ ഒരു സപ്പോർട്ട്, പവർ ബി ഐയുടെ സപ്പോർട്ട് എന്തായാലും മൈക്രോസോഫ്റ്റ് ഓഫീസിന് ഉണ്ടാകും. റംസീന, ഞാൻ എക്സൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡെയിലി നമുക്ക് കുറേ ഡേറ്റാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഒരാളുടെ ആണെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഇങ്ങനെ തപ്പി എടുക്കേണ്ടി വരും, അതായത് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. ഈ പവർ ബി ഐ യൂസ് ചെയ്തുകൊണ്ട് എനിക്കത് സിമ്പിൾ ആക്കാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇങ്ങനെയുള്ള കുറെ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പവർ ബി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ റിയ പറഞ്ഞു, റിയക്ക് ഒരുപാട് ഡാറ്റ, ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ഡാറ്റാസ് ജനറേറ്റ് ആവുന്നുണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐ മീൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ ഒരുപാട് പോകേണ്ടി വരും, നമുക്ക് ടൈം വേസ്റ്റ് ആവും അവിടെ, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് ആക്ച്വലി പവർ ബി ഐ. അതായത് ഇപ്പോൾ റിയ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ നമ്മൾ ഈ പവർ ബി ഐയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിന്റെ നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ആ സെഗ്മെന്റേഷൻ അവർ ഗ്രാഫിക്സ് ആയിട്ടും ചാർട്ട്സ് ആയിട്ടും നമുക്ക് പ്രസന്റ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആദ്യം നമുക്ക് ഈസി ആയിട്ട് ഇത് അനലൈസ് ചെയ്യാനും പറ്റും. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു പവർ ബി ഐയുടെ യൂസ് വരുന്നത്. പവർ ബി ഐ ഒരു ബിസിനസ്സിൽ എങ്ങനെ എഫക്റ്റീവ് ആവും? പവർ ബി ഐയുടെ ബിസിനസ്സിലേക്കുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലാർജ് സ്കെയിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓണർ എപ്പോഴും അവിടെ ഉണ്ടായിന്ന് വരില്ല. ഇപ്പോൾ അവർക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നു, എത്ര സെയിൽസ് എടുക്കുന്നു, എത്ര പർച്ചേസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കളക്ഷൻ ഉണ്ട്, ഇതൊന്നും റവന്യൂ ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു മന്ത്ലി വൺസ് എന്ന രീതിയിൽ ഇപ്പോൾ മാനേജർ അല്ലെങ്കിൽ ഓണർ സിഇഒക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റാസ്, അതായത് 1 മന്ത് വരുന്ന ഡാറ്റാസ്, അല്ലെങ്കിൽ ഇപ്പോൾ 2 മന്ത്സ്, ഈവൻ 6 മന്ത്സ് ആയാലും ഈ ഡാറ്റാസ് നമുക്കറിയാം. ഈ ഡാറ്റാസ് ഇരുന്ന് ഇങ്ങനെ നോക്കാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. അതിൽ ഒരു ആൻസർ കണ്ടെത്താൻ അല്ലെങ്കിൽ അതൊരു അനലൈസ് ചെയ്തിട്ട് അതിന് റിസൾട്ട് കണ്ടെത്തൽ ഭയങ്കര ടൈം കൺസ്യൂം ആണ്. അതുപോലെ തന്നെ ആൾക്ക് ബുദ്ധിമുട്ടാണ് നമുക്കത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ ഇവർ ഈ ഡാറ്റാസ് എടുത്തിട്ട് നേരെ അത് പവർ ബിയിലേക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു 1 മന്ത് ഇല്ലെങ്കിൽ 2 മന്ത് ഇല്ലെങ്കിൽ ആ 6 മന്ത്സിലുള്ള അവരുടെ ട്രാൻസാക്ഷൻസ്, അവരുടെ കളക്ഷൻ, സെയില്, പർച്ചേസ്, ഇതെല്ലാം ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ആയിട്ട് ആൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും കമ്പനി പ്രോഫിറ്റിലേക്കാണോ അതോ എന്താ പറയാ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഡാറ്റ വിഷ്വലൈസേഷൻ വഴി അറിയാൻ പറ്റും. കമ്പനിയുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഒരു പവർ ബി ഐയുടെ യൂസേജ് ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ വളരെ എഫക്റ്റീവ് തന്നെയായിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഈ പവർ ബി ഐ എവിടേക്കാണ് യൂസ് ചെയ്യുക, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, പവർ ബി ഐന്റെ യൂസ് അല്ലെ, അത് ഡാറ്റ എവിടെയൊക്കെ ജനറേറ്റ് ആവുന്നുണ്ടോ അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എവിടെയൊക്കെ ഡാറ്റ വരുന്നോ അവിടെയൊക്കെ നമുക്ക് പവർ ബി ഐ യൂസ് ചെയ്യാം. പ്ലസ് അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഭയങ്കര ഫാസ്റ്റർ ആണ്. ഇപ്പൊ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എക്സലിന്റെ യൂസ് ഞാൻ പറഞ്ഞില്ലേ. ഒരു കമ്പനിക്ക് പെട്ടെന്ന്, അതായത് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ ഉടൻ തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയാണ്. അതായത് അത്രയും ഫാസ്റ്റർ ആയിട്ടാണ് ഇതിൽ കാര്യങ്ങൾ നടക്കുന്നത്. പ്ലസ് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇത്. അതുപോലെ
തന്നെയാണ് അതിന്റെ ബാക്കിയുള്ള ഫ്രീ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇതിന്റെ ഒരു അവൈലബിലിറ്റി വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇപ്പൊ എനിക്ക് സെർച്ച് ചെയ്യണം, അപ്പൊ ഏതിലേക്കായിരിക്കും? ഓക്കെ, അതിന്റെ അവൈലബിലിറ്റി അല്ലേ? അതും ഫ്രീ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ബ്രൗസർ, ഇപ്പോൾ ഗൂഗിളോ ഏതെങ്കിലും ആയിക്കോട്ടെ, അതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് apps.microsoft.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ സൈറ്റിൽ കയറാം. അവിടെ നമുക്ക് ഈ പവർ ബി ഐ ഈസി ആയിട്ടും ഫ്രീ ആയിട്ടും ഡൗൺലോഡ് ചെയ്യാം. പവർ ബി ഐ ഇപ്പൊ എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പുതിയൊരു ഇൻഡസ്ട്രിയൽ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം.